കയ്യുമേ ഇജ്ജ് എന്നടാ വരുന്നേ? എടാ ഇജ്ജ് വരുമ്പോഴേ എന്റെ 4 കൂട്ട് ഡ്രസ്സും ഉണ്ട്, ഒരു ചക്കിയുണ്ട്. അത് വരുമ്പോ മറക്കാതെ കൊണ്ടുവരണം കേട്ടോ. മാനോ, ഞാൻ വന്നിട്ട് ആകെ 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അല്ല മാനു, എനിക്ക് തലക്ക് നല്ല സുഖമില്ല. ആ ചെക്കൻ പോയിട്ട് ആകെ 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിനിപ്പോ ഞാൻ എന്താ സിദ്ധിക്ക പറഞ്ഞത്? എന്റെ കുറച്ച് സാധനം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. പിന്നെ കാര്യമായിട്ട് ഇപ്പൊ എന്റെ സാധനം കൊണ്ടുവരാനല്ല ചെക്കൻ ബൈക്കുണ്ട്. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ട മാനോ. ഓ എന്നെ പറ്റി ഇപ്പൊ എന്തേക്കാലം വിചാരിച്ചിട്ടുണ്ടാല്? നിങ്ങളെ പണി നോക്കി ചങ്ങായിമാരെ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഓനോടൊന്നും വർത്താനം പറഞ്ഞ ഒരു കാര്യമില്ല. എന്റെ വീട്ടില് മൂച്ചുമ്മലേ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടായിക്കണ്. നീ വരുമ്പോ ഒരു 5 കിലോ ഉണ്ടാവുള്ളൂ. അതൊന്ന് കൊണ്ടുവരാട്ടാ. ആ ആയിക്കോട്ടെ മേദി ഭായി, ഞാൻ വരുമ്പോ നോക്കട്ടെ. ഇതിനെ കുറച്ച് പച്ചയും കൊണ്ടുവരാൻ പറയും. നമുക്ക് അച്ചാറിടാം. മാനുവിന്റെ ഒരു ചക്കി നിങ്ങളൊരു മാങ്ങി കാര്യമായിട്ട് ഇപ്പൊ അത് കൊണ്ടുവരാനല്ലോ പോയിക്കണത്. ആ കഴിയോ? ആ ചെറിയപ്പോ ഇതെന്തന്ന് ഞാൻ വന്നിട്ടൊക്കെ പോകാനായടാ. ഒരാഴ്ച ഞാൻ പോകണം തന്നെ. ഞാൻ എന്റെ അടുത്തൊക്കെ ഇറങ്ങണം കരുതിനടാ. ഓരോ തിരക്കിൽ ഇതിലൂടെ കൂടിയില്ല. അതൊന്നും കുഴപ്പമില്ലടാ, എനിക്ക് അവിടുത്തെ അവസ്ഥ അറിയണല്ലേ. ഉടനാ എന്നായിക്കോട്ടെ, കാണടാ. ഓക്കെ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർ പറഞ്ഞോളൂ. വേറെ വാലേസ്ലാം. ആ ബാബുട്ടിയൊക്കെ ആയിരിക്കും. ഞാൻ വിളിക്കടാ. ബാബുട്ടിയൊക്കെ നമ്മളിപ്പോ മമ്മീന്റെ പിറ്റേന്ന് കണ്ടല്ലേ? അതെ, പോകാനും ആയില്ലേ? കുട്ടികളായിട്ട് പോകാൻ വലിയ പോകുന്നില്ല. ബാബുട്ടിയൊക്കെ എന്താ ചെയ്യാ? അതൊക്കെ എനിക്കറിയണ കാര്യങ്ങളാണ്. ഞാനിപ്പോ 8-10 കൊല്ലപ്പാടം നിന്ന് പ്രവാസി എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസപ്പെടുന്നു. ഞാൻ ഇപ്പൊ വന്നത് അങ്ങനെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചാണ്. എന്താ കുട്ടിയൊക്കെ പൈസ എന്തെങ്കിലും? പൈസന്റെ ഒന്നും അല്ലടാ. പോകുമ്പോ ഒരു 2 കിലോ ഇറച്ചി കൊണ്ടുപോകും. സമ്മാദനാണ്. ആ ഇതാപ്പ അത്ര വലിയ വിഷയം. ഞാൻ ഇപ്പൊ ബാക്കിയാണെന്നും പറഞ്ഞ് പെരയിലിങ്ങനെ ഇരിക്കണേ. കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ സമ്മാനം. പെരയിൽ ഓരോ സന്തോഷങ്ങളും ഉണ്ടാകുമ്പോഴും എനിക്കും എൻ്റെ അമ്മാക്കും ഒന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ലേശം ഇറച്ചി വാങ്ങി തിന്നുമ്പോ അപ്പൊ അത് നിന്റെ കണ്ടതാണ്. ഓന്റെ കുട്ടിന്റെ ഒരു ചടങ്ങ് നടന്നുവിടെ. അപ്പൊ ഇന്ന് ഓനും 2 ഇറച്ചി തിന്നെങ്കില് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ബാബുട്ടിയൊക്കെ വേറെ ഒന്നും കൊണ്ടില്ലെങ്കിലും ഇത് ഞാൻ കൊണ്ടുപോകും. അൽഹംദുലില്ലാ. എന്നാ ഞാനത് ഇറങ്ങാം. ആയിക്കോട്ടെ. മക്കൾ എത്ര വലുതായി വളർന്നാലും ബാപ്പാക്കും ഉമ്മാക്കും ഓലെന്നും കുട്ടികളാ. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാകാനുള്ള സമയം എനിക്ക് അയക്കില്ല. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വാലേക്കും.